ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ മത്തൻ വരകിയതാണ്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ മത്തൻ വരകിയത് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ നന്നായി പഴുത്തിട്ടുള്ള മത്തനാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 1/2 കപ്പ് വൻപയർ 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. ഇത് 1-2 വിസിൽ വരെ നമുക്ക് പ്രഷർ കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും അതുപോലെ ഒരു 5 ഏലക്കായും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 1.5 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 2 നുള്ളു ഉപ്പ്, 1/4 കപ്പ് അരിപ്പൊടി. നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഈ മത്തനൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി മത്തൻ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് 2 വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമ്മുടെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടി ശർക്കര ഒരു പാനിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. വൻപയർ ഞാനിവിടെ പ്രഷർ കുക്കറിലിട്ട് 1-2 വിസിൽ വരെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായി വെന്തുടഞ്ഞ് പോവരുത്, ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനി നമ്മുടെ അരിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കണം. നല്ല ലൂസായിട്ട് ഇതൊന്ന് കലക്കിയെടുത്ത് വെക്കാം. ഇനി നമ്മുടെ ഏലക്കായും ജീരകം കൂടെ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ മത്തൻ വേവിക്കാൻ വെച്ചതിൻ്റെ പ്രഷറൊക്കെ നന്നായി പോയിട്ടുണ്ട്. നമുക്ക് ഈ പ്രഷർ കുക്കർ തുറന്നു നോക്കാം. നമ്മുടെ മത്തൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള ഈ വെള്ളമൊക്കെ നമുക്കൊന്ന് മാറ്റിക്കളയണം. ഇതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഈ മത്തൻ പീസുകളൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. തവി വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് കുറുകി വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മുടെ കലക്കി വെച്ചിട്ടുള്ള അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളച്ച് കുറുകി വരണം. അരിപ്പൊടി ഒന്ന് വെന്ത് വരണം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വൻപയർ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വൻപയർ വേവിച്ച് ചേർക്കുന്നതിന് പകരമായിട്ട് നമ്മൾ പത്തിരിക്ക് പൊടിയൊക്കെ വാട്ടിയെടുക്കുന്ന പോലെ വാട്ടിയെടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഏലക്കായും ജീരകവും കൂടെ പൊടിച്ച പൊടി കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ ഈ ഡിഷിന് മത്തൻ വിളയിച്ചത് ചക്കര മത്തൻ എന്നൊക്കെ പറയാറുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മത്തൻ വരകിയത് എന്നാണ് പറയാറ്. ചൂടോട് കൂടി ഇത് കഴിക്കുന്നതിനേക്കാളും തണുപ്പിച്ച് കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പം നമ്മുടെ നാടൻ മത്തൻ വരകിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മധുരമൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.